പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ മനുഷ്യനും ദൈവം കഴിവുകൾ നൽകിയിട്ടുണ്ട്. മനുഷ്യൻ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും അതിന് വ്യത്യസ്തമായ കഴിവുകളുണ്ട്. മനുഷ്യന് ചിലർക്ക് പാടാൻ നല്ല കഴിവാണ്. കലാവാസനയുള്ള ആൾക്കാരുണ്ട്, പ്രസംഗ പാഠവുമുള്ളവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ കഴിവുകളുള്ളവരാണ് മനുഷ്യരെല്ലാം. ആത്മമണ്ഡലത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് ഒരിക്കൽ ഒരു ഉപമ പ്രസ്താവിച്ചു. ഒരു യജമാനൻ തൻ്റെ ദാസന്മാരെ വിളിച്ചിട്ട് താലന്ത് അവരെ കൊടുത്തായിട്ട് വായിക്കുന്നു. ഒരാൾക്ക് 5, മറ്റേയാൾക്ക് 2, അടുത്തൊരു വ്യക്തിക്ക് 1. അവരവരെ കഴിവനുസരിച്ചാണ് യജമാനൻ കൊടുത്തത്. യജമാനൻ അറിയാം 5 കൊടുക്കുന്ന വ്യക്തി 5 കൊണ്ട് വ്യാപാരം ചെയ്ത് അല്പമൊക്കെ ധനം ഉണ്ടാക്കുമെന്നറിയാം. 2 കൊടുത്തവനും അവനതിൻ്റെ കപ്പാസിറ്റി ഉള്ളൂ. 1 കൊടുത്തവനും അവർ കൂടുതലൊന്നും കൊടുക്കാനുള്ള അല്ലെങ്കിൽ അത് ബിസിനസ് ചെയ്യാനുള്ള കഴിവ് അവനില്ല. ഈ 3 പേരും അത് വാങ്ങി. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ യജമാനൻ കടന്നു വന്നപ്പോൾ 5 കൊടുത്തവനെ വിളിച്ചു. അവൻ വേറെ 5 കൂടെ കൊണ്ടുവന്ന് വായിക്കുന്നു. 2 കൊടുത്തവനെ വിളിച്ചു. അവനതുകൊണ്ട് വ്യാപാരം ചെയ്തു, 2 കൂടെ നേടി. പക്ഷെ 1 കൊടുത്തവൻ അവനൊന്നും ചെയ്തില്ല, നശിപ്പിച്ച് കളഞ്ഞില്ല. അത് നശിച്ചു പോകാതിരിക്കാൻ ഒരു കുഴിയൊക്കെ ഉണ്ടായി, കുഴിയിൽ മറച്ചു വെച്ചു. യജമാൻ താലന്ത് അതുപോലെ കൊണ്ടു കൊടുത്തു. പക്ഷെ അവൻ ശപിക്കപ്പെട്ടവനായി മാറി എഴുതിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? നമുക്ക് നൽകുന്ന കഴിവുകൾ അത് നമ്മൾ ഉപയോഗിക്കണം. അത് നമുക്ക് പ്രയോജനമാണ്, സമൂഹത്തിനത് പ്രയോജനമാണ്, അത് ദൈവനാമത്തിനായിത്തീരും. നല്ല പാടാൻ കഴിവുള്ളവർ നന്നായിട്ട് പാട്ട് പാടണം. പാട്ടെല്ലാവർക്കും ഇഷ്ടമാണല്ലോ. നല്ല ഡ്രോയിങ് വരയ്ക്കാൻ കഴിവുള്ളവർ അത് ആ കാര്യങ്ങൾ അവർ ചെയ്യണം. ഇങ്ങനെ വ്യത്യസ്തമായ കഴിവുള്ളവരെല്ലാം അത് വിനിയോഗിക്കണം. ഇനി ദൈവിക ശുശ്രൂഷക്കാരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവർക്ക് ഇതുപോലെ ദൈവം ചിലത് കൊടുത്തിട്ടുണ്ട്. കൃപാവരങ്ങൾ എന്ന് പറയുവാനും ചിലർക്ക് പ്രവചനപരമാകാം, വെളിപ്പാടാകാം, രോഗശാന്തിയുടെ പരമാകാം, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാനുള്ള വരം, സഹായം ചെയ്യാനുള്ള വരം, ഇങ്ങനെ വ്യത്യസ്തമാണ്. ഇതിൽ ലഭിച്ചൊരു വ്യക്തിയാണ് പഴയമത്തിൽ നമ്മൾ കാണുന്ന പ്രവാചകനാകുന്ന ബയോരിൻ്റെ മകനാകുന്ന ബിലയാം. അദ്ദേഹത്തിന് ദൈവം കൊടുത്ത കഴിവെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം ഒരു വ്യക്തിയെ അനുഗ്രഹിച്ചാൽ ആ വ്യക്തി അങ്ങ് അനുഗ്രഹിക്കപ്പെടും. ആരെങ്കിലും കയറി ശപിച്ചാൽ അവരെല്ലാം ശാപത്തിൽ കീഴിലാകും. ഇതാണ് പ്രത്യേക ഗിഫ്റ്റ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോവാബ് രാജാവുന്ന ബാലാക്ക് എന്ന് പറഞ്ഞ ഒരാൾ ഇസ്രായേൽ ചെങ്കടല കടന്ന് മരുഭൂമിയിൽ കൂടെ കനാൻ നാട്ടിലേക്കുള്ള വരവിൻ്റെ നടുവിൽ തങ്ങളെ കീഴ്പ്പെടുത്തുമോ, തങ്ങളെ പരാജയപ്പെടുന്ന ഭീതി കയറി വന്നിട്ട് അദ്ദേഹം കുറേ സ്വർണവും ധനവും വസ്ത്രമൊക്കെ ആയിട്ട് ബിലയാമിൻ്റെ അടുക്കൽ നിന്ന് ദാസന്മാരെ അയക്കുക. ബിലയാമിനോട് പറഞ്ഞു, നിനക്ക് പ്രത്യേക വരമുണ്ടോ, അതുകൊണ്ട് നീ വന്ന് ഞങ്ങൾക്കെതിരായി വരുന്ന ജനത്തെ ഒന്ന് ശപിക്കണം. നീ അങ്ങ് ശപിച്ചാൽ അവർ ശപിക്കപ്പെടും. അത് നിനക്ക് എന്തും മാന്യത വേണമെന്ന് തരാം. 1 പ്രാവശ്യം വന്നു, 2 പ്രാവശ്യം, 3 പ്രാവശ്യം വന്നു. പക്ഷേ ബിലയാമിനൊരു കണ്ടീഷനുണ്ട്. ദൈവം പറയുന്നത് ഞാൻ ചെയ്യത്തുള്ളൂ. ശപിക്കാൻ പറഞ്ഞാൽ ശപിക്കും, അനുഗ്രഹിക്കാൻ പറഞ്ഞാൽ അനുഗ്രഹിക്കും. ഇവനെ നിർബന്ധം പിടിച്ച് ദൈവത്തോട് അപേക്ഷിക്കും, ദൈവമേ ഞാൻ പോകണോ? അവസാനം ദൈവമനെ പൊയ്ക്കോ, പക്ഷേ ഞാൻ പറയുന്നതേ പറയാവൂ. പക്ഷേ ഈ ബിലയാമിൻ്റെ ജീവിതത്തിൽ പറ്റിയ കുറേ പരാജയങ്ങൾ ബൈബിളിനകത്ത് വായിക്കുന്നുണ്ട്. ഒന്നാമത്തെ പരാജയം എന്ന് പറയുന്നത്, ബിലയാമിൻ്റെ വഴിയിൽ നടക്കുന്ന ആൾക്കാരുണ്ട്. ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവരുണ്ട്. ബിലയാമിൻ്റെ വഞ്ചനയിൽ കുടുങ്ങിപ്പോയവരുണ്ട്. ഈ 3 തെറ്റുകൾ താൻ ചെയ്യുക മാത്രമല്ല, അനേകരെ തെറ്റിലേക്ക് ആകർഷിക്കാനിടയായി. അപ്പോൾ എന്താണ് ഇദ്ദേഹം ചെയ്ത തെറ്റെന്താ? ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് ഇസ്രായേൽ. അവർ വിശുദ്ധന്മാരാണ്, വേർപെട്ടവരാണ്. അവർക്ക് പ്രമാണം ദൈവം നൽകിയിട്ടുണ്ട്. ആ പ്രമാണം അനുസരിച്ചാണ് അവർ മുമ്പോട്ട് ജീവിക്കേണ്ടത്. ആ പ്രമാണം അനുസരിക്കുമ്പോൾ വ്യത്യസ്തമായ ഇതര ജാതികളോട് സങ്കരണം അവൻ ചെയ്യത്തില്ല. അവിശ്വാസിയോട് ഇണയില്ലപ്പണോ കൂടിയേല. അവരെ ഒരു വിവാഹം കഴിക്കുകയോ മറ്റും പല കാര്യങ്ങൾ അവരെ ഒഴിവാക്കിയിരിക്കും.
ഇപ്പോൾ സിത്തീമിൽ ഇസ്രായേൽ പാർക്കുമ്പോൾ ഈ ബാലാക്കിൻ്റെ അടുക്കൽ ബിലയാം ചെന്നിട്ട് പറഞ്ഞു, ഇവരെ തോൽപ്പിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, ഒരു മാർഗം തോൽപ്പിക്കാൻ ഒക്കുകയില്ല. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ട്. ഇസ്രായേലിലെ സുന്ദരന്മാരായ ആൺപിള്ളേർക്ക് നിങ്ങളുടെ പെൺപിള്ളേരെ കൊടുക്കണം. അതുപോലെ സുന്ദരിമാരായ സ്ത്രീകളെ നിങ്ങളുടെ സുന്ദരന്മാരായ പിള്ളേരോട് വിവാഹം കഴിപ്പിക്കണം. അങ്ങനെ ഈ ജാതികൾ തമ്മിൽ ഇടകലർന്ന് കഴിയുമ്പോൾ സംഭവിക്കുന്നത്, ഇവർ സത്യദൈവത്തെ വിട്ട് നിങ്ങൾ സേവിക്കുന്ന ദൈവങ്ങളെ സേവിക്കാൻ തുടങ്ങും. അപ്പോഴൊക്കെ ഒരു പരാജയം ഉണ്ടാകും. നമ്മൾ തിരുവചനമൊക്കെ ആദ്യത്തോടെ നാം പഠിക്കുമ്പോൾ ശലോമോൻ ഇത് തന്നെയാണ് സംഭവിച്ചത്. ജാതികളാകുന്ന സഹോദരിമാരെ വിവാഹം കഴിച്ചു. അവർ ശലോമോന്റെ ഹൃദയം വശീകരിച്ചിട്ട് അവർ ദൈവത്തിങ്കലേക്ക്, അല്ലെങ്കിൽ അവരെ ദേവന്മാരെ സേവിക്കാനും അവർക്ക് ക്ഷേത്രങ്ങളുണ്ടാക്കാനും ബിംബങ്ങളുണ്ടാക്കാനും പൂജ നടത്താനുമായി ശലോമോൻ കടന്നു പോകേണ്ട ഗതികേടുണ്ടായി. അത് ശലോമോന്റെ ജീവിതത്തിൽ വലിയ പരാജയമായി മാറിയെന്ന് ബൈബിളിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ബിലയാമിൻ്റെ ഉപദേശവും തന്നെയാണ്. ഇന്നും പ്രിയമുള്ള നമ്മൾ ഉപദേശത്തെ ശ്രദ്ധിക്കണം. ദൈവമക്കൾ എന്ന് പറഞ്ഞ് വേർപെട്ടവരാ, വിശുദ്ധന്മാരാ. പ്രമാണം വിട്ടുള്ള ഒരു ബന്ധത്തിൽ നമ്മൾ പോകരുത്. ഇന്നതൊക്കെ മാറിപ്പോയി. ഇന്ന് ഒരു കാലത്ത് പ്രമാണം അനുസരിച്ച് പിതാക്കന്മാർ വരെ തലമുറയൊക്കെ വേർപെട്ട് ജീവിച്ചൊരു കാലയളവുണ്ട്. ഇന്ന് ലോകമയത്വം അവരിലേക്ക് കടന്നു വന്നു. അങ്ങനെ പോയാലും കുഴപ്പമില്ല, ഇങ്ങനെ പോയാലും കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അപകടമാണ്. അതാണ് ബിലയാമിൻ്റെ വഞ്ചനയെന്ന് പറയുന്നത്, അനേകരെ വഞ്ചിക്കുക. പിന്നെ ബിലയാമി ഉപദേശം കൊടുത്ത ഉപദേശകനെ കൊണ്ടുവരിക. അതുകൊണ്ട് തിരുവചനം പറഞ്ഞ് പെർഗമോസ് സഭയോട് പറയുന്നു, ബിലയാമിന് ഉപദേശം പിടിക്കുന്ന അവിടെ ഉണ്ട്. ആ ബിലയാമിൻ്റെ വഴിയിൽ കൂടെ നിങ്ങൾ പോകരുത്. ഇന്ന് രാവിലെ എനിക്കും ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്, ബിലയാമിൻ്റെ വഞ്ചനയിൽ കുടുങ്ങരുത്. തിരുവചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ വിശ്വാസികളുമായിട്ട് മാത്രമേ വിവാഹം കഴിക്കാവൂ. അവിശ്വാസികളുമായിട്ട് നിങ്ങൾ ബന്ധം കൂടാൻ പാടില്ല. ഇന്ന് അങ്ങനെയൊക്കെയാണോ നടക്കുക? അവർക്കൊന്നും ഒരു വിഷയമല്ല. കണ്ടു, ഇഷ്ടപ്പെട്ടു, അത് ഏത് ജാതിയാണ്, ഏത് വിശ്വാസമാണ്, എങ്ങനെ ഒന്നും തിരിച്ചറിയാതെ കടന്നു പോകുന്ന ഒരു തലമുറ നടുവിലാണ് ഞാൻ നിങ്ങളായിരിക്കുന്നത്. ഇത് മുഖേന എത്രയോ മാതാപിതാക്കന്മാർ ദുഃഖിക്കുന്നു, അവരെ തല കുനിയുന്നു. ഈ സന്ദേശം കേൾക്കുന്ന യൗവനക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ഞാനൊരു ദൈവവാസനോട് പ്രബോധിപ്പിക്കുക. നിങ്ങളുടെ മാതാപിതാക്കളുടെ തല നിങ്ങൾ കുനിയിപ്പിക്കരുത്. നിങ്ങൾ ദൈവഹിതമില്ലാത്തൊരു ബന്ധം കൂടരുത്. ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങളെ ചെയ്യാവൂ. ഇല്ലാതെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ തലമുറയ്ക്ക് ദോഷമായി മാറും. ബിലയാം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ഭക്തൻ മരിക്കുമ്പോൾ എനിക്ക് മരിക്കണം. പക്ഷേ ബിലയാമിൻ്റെ മരണം എങ്ങനെയാണെന്നറിയാം? വാളുകൊണ്ട് വെട്ടേറ്റ് മരിക്കേണ്ടി വന്നു. അധികാരമൊന്നും മുമ്പോട്ട് പോയില്ല. ഈ ദുരുപദേശം ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത് ഇസ്രായേലിനത്തെ വഞ്ചിച്ച വഞ്ചകനായ വ്യക്തി ദൈവകോപത്തിനിരയായി. നിങ്ങൾക്കത് വരാതിരിക്കട്ടെ. ദൈവം നമുക്ക് സമർപ്പിക്കാം. ഇന്ന് രാവിലെ നമുക്ക് തീരുമാനമെടുക്കാം, ഞാനും എൻ്റെ തലമുറയും ബിലയാമിൻ്റെ ഉപദേശം സ്വീകരിക്കത്തില്ല, ബിലയാമിൻ്റെ വഴിയിൽ നടക്കത്തില്ല, ബിലയാമിൻ്റെ വഞ്ചനയിൽ കൊടുക്കാൻ ഞങ്ങൾ അനുവദിച്ചു കൊടുക്കത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, നല്ല സമയത്തിനായി സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കണം. ബിലയാം അനേകരെ വഞ്ചിച്ചു. ആ വഞ്ചനയിൽ കുടുങ്ങാതിരിപ്പാൻ ഞങ്ങൾ കൃപ നൽകണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ജീസസ്. സ്തോത്രം.